കവി എടാ കവി, നിന്റെ കവിത ക്ലിക്കായടേ. ഓ എനിക്ക് വയ്യ, ഭയങ്കര അഭിപ്രായം. ഞാൻ രാത്രി ഒരാളെന്നെ വിളിച്ചിരുന്നു. ആര്? എടാ അവളെ മാപ്പിള. ആരെ മാപ്പിള? എടാ ഊർമിളേരെന്ന്. ഓ ഊർമിള. അവൻ പറയാണ് എനിക്ക് തേപ്പ് കിട്ടി ആരാ ഇപ്പോഴാണ് അറിയണേന്ന്. അത് മാത്രമല്ല അവനും തേപ്പ് കിട്ടിയിട്ടുണ്ടോന്ന്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ അടിയായ? പിന്നെ നമ്മള് ഒരു കുപ്പിയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് അതങ്ങ് ഡീൽ ചെയ്തിടേ. ആ അപ്പൊ എന്റെ കവിത കൊണ്ട് അടിക്ക് പകരം സമാധാനമായല്ലേ, നല്ലത്. നിനക്ക് ഞാൻ ഒരു വിലപ്പെട്ട സമ്മാനം തരാന്ന് പറഞ്ഞില്ലേ. അവക്ക് 40,000 രൂപയുടെ ചുരിദാറെങ്കിൽ നിനക്ക് 45,000 രൂപയുടെ കൂളിംഗ് ഗ്ലാസ്. പിടിച്ചോ. 45,000? അപ്പൊ പിന്നെ ഇനിയിപ്പോ കണ്ണാടി വെച്ച് കാര്യങ്ങൾ നീക്കാം. കവി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് വേറൊരു തേപ്പോടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തേപ്പാ? നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാല. ഇത് ഞാൻ പറയാനുള്ള ഡയലോഗ് അല്ലേ? കേരളത്തിൽ തേപ്പ് കിട്ടാത്തതായിട്ട് ഒറ്റ ആണുങ്ങളും കാണൂല. അല്ല, ലോകത്തിലേ തേപ്പ് കിട്ടാത്തതായിട്ട് ആരും കാണൂല. ഊർമിളരെ തേപ്പ് കിട്ടി ഞാൻ ഇരിക്കുമ്പോഴാണ് അവളെ അപ്പച്ചീരെ ഇളയ മോള് പേരുത്തര. എന്തൊരു ഉത്തര? ഊർമിള ഉത്തര, നല്ല പ്രാസം. എടേ, അവള് 40,000 രൂപയുടെ ചുരിദാറാണ് തേച്ചെങ്കിൽ എവള് എന്നെയും കൊണ്ട് പോത്തങ്കോട് ഭീമാ ജ്വല്ലറി പോയി 2.5 പവന്റെ സ്വർണ്ണ മാലയാണ് തേച്ചത്. അപ്പൊ ഉത്തരയും ഊർമിളെ പോലെ എന്നിട്ട് അവക്കും വേണം ഒരു കവിത. കവിതയല്ല, വേറെ ഐറ്റം പിടി. എങ്കിൽ നമുക്ക് റാപ്പ് ആക്കാം. എന്തിന്? റാപ്പ്. ഊർമിള ഉത്തര പിടിച്ചോ. ഊർമിളയുടെ അപ്പച്ചീര ഇളയ മോള് ഉത്തര. പേര് പോലെയല്ല അവളുടെ സ്വഭാവമോ കച്ചറ. അത് കൊള്ളാം. തേപ്പ് കിട്ടി നെഞ്ചു പൊട്ടി ഇരുന്നപ്പ കണ്ടതാ, മൊഞ്ചു കാട്ടി നെഞ്ചിനുള്ളിൽ നഞ്ചു കുത്തി തന്നതാ. പന്നടാ, മൊഞ്ചു കാണിച്ചെന്നെ അവള് നെഞ്ചിട്ട് കുത്തിയത്. പിന്നാക്കം പോവാതെ പ്രേമം മുട്ടിട്ടടാ, വീണ്ടും അണ്ണാക്കി തന്നവള് അപരാധി ഉത്തര. വീണ്ടും അണ്ണാക്കി തന്നവള് അപരാധി ഉത്തര. അവള് വെറും അപരാധിയല്ല, കൊടും അപരാധി. ജ്വല്ലറിയിൽ കേറ്റി എന്റെ ക്യാഷ് മൊത്തം തീർത്തടാ, കല്ലറയിൽ കൊണ്ടുവയ്ക്കാൻ ആക്രാന്തം മൂത്തടാ. കല്ലറയെ കൊണ്ട് വെക്കാന്നടാ അവള് തേച്ചത്. ജ്വല്ലറിയിൽ കേറ്റി എന്റെ ക്യാഷ് മൊത്തം തീർത്തടാ, കല്ലറയിൽ കൊണ്ടുവയ്ക്കാൻ ആക്രാന്തം മൂത്തടാ. ഊർമിളയുടെ അപ്പച്ചീര ഇളയ മോള് ഉത്തര. പേര് പോലെയല്ല അവളെ സ്വഭാവമോ കച്ചറ. ഇത്തിരി ആവേശം കൂടി പോയാളിയാ. ഇതാണ് വേണ്ടത്. സൂപ്പർ. പിന്നെ അല്ല ദേഷ്യം വരും.